CPM നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? അതിന്റെ ചുവടുവയ്പ്പാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇക്കാര്യങ്ങൾ, ഈ തൽസ്ഥിതി, ഈ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്പീക്കറെ നേരിട്ട് അറിയിക്കാൻ അല്ലെങ്കിൽ രേഖാമൂലം അറിയിക്കാൻ പോകുന്നതിന്റെ പിന്നിൽ എന്താണ്? അതൊരു നിയമസഭാംഗത്തിന്റെ അവകാശമാണ്. ഒരു നിയമസഭാംഗത്തിന്റെ പേരിൽ എന്തെങ്കിലും നിയമ നടപടിക്രമങ്ങൾ വന്നാൽ സ്വാഭാവികമായും അത് സ്പീക്കറെ അറിയിക്കുക എന്നുള്ളത് സഭയുടെ അവകാശമാണ്, സഭാംഗത്തിന്റെ അവകാശമാണ്. അത് അംഗത്തിൽ ലഭിച്ചിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമായി സർക്കാർ ചെയ്യുന്ന കാര്യമാണ്. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ വിവേചനത്തിന്റെ ഭാഗമായി ചെയ്യാനോ ചെയ്യാതിരിക്കാനോ കഴിയാത്തൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ സംഭവത്തിൽ ഇരയുണ്ടോ എന്നുള്ളതായിരുന്നു ഇത്രയും കാലം കോൺഗ്രസ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിരുന്നത്. ഇരയുണ്ട്, ആ ഇര ജീവനോടെ ഉണ്ട്. അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും ദുരിതമയമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അവരുടെ ശരീരത്തിന് അശാസ്ത്രീയമായ ഗർഭചിത്രത്തിനിരയായതിന്റെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ അവർ നേരിടുന്നു. ശ്രീ അനിൽകുമാർ, ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് ലീഡ് കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ കേസിൽ? അതാണ് പറയുന്നത്. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല, പരാതിപ്പെടാൻ ആളുണ്ടായില്ല, പരാതിയില്ല, എന്തെല്ലാമുള്ള വിവരങ്ങളാണ് നമ്മുടെ മുമ്പിൽ കോൺഗ്രസുകാർ ആശ്വസിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പോ ആ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മറ്റൊരാളോട് സംസാരിച്ചത് ആ വ്യക്തി ജീവനോടെ ഉണ്ട്. അവിടെ ഒരു ഗർഭചിത്രം കാത്തിരിക്കുന്നു. അതൊരു തരത്തിലും നിയമപരമായിരുന്നില്ല, നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ആരാണോ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത് ആ വ്യക്തിയുടെ നിർബന്ധപ്രകാരം നിർബന്ധിക്കപ്പെട്ടയാൾ അവരുടെ ശരീരം അപകടാവസ്ഥയിലാകുന്ന വിധം അതിന് വിധേയമായി. ആ വ്യക്തിയെ നേരിട്ട് കണ്ട സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിയമ നടപടിയിലേക്ക് കടക്കുന്നതിന് അവരിപ്പോഴും അടച്ചു നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമവാഴ്ചയുള്ള നാട്ടിനകത്ത് അവർ സന്നദ്ധമാണെങ്കിൽ സർക്കാർ അതിന് സന്നദ്ധമാണ് എന്ന കാര്യമാണ് എപ്പോഴും വ്യക്തമാക്കാറുള്ളത്. നമ്മുടെ സിനിമാ മേഖലയിൽ ഇതുപോലെ ഇരകളാക്കപ്പെട്ടവർ തങ്ങളുടെ ചില അനുഭവങ്ങൾ പലയിടത്തും പറയുകയുണ്ടായി, പക്ഷെ ഒരു പോലീസിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ സർക്കാരിന്റെ നിലപാടെന്താണ്? ഞങ്ങൾ നേരിട്ടിപ്പോ കേസെടുക്കുന്നില്ല. ഇരകളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ടോ, ആ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും. ഇരകൾ പറഞ്ഞാൽ സർക്കാർ അവരോട്